എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളിതുവരെ പഠിച്ചത് എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം, പിന്നെ ഇത് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇത്രയും വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരെയുള്ള ഭാഗത്തിൽ നിന്നുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് നൽകുകയുണ്ടായി. അത് ഏകദേശം 6 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതൊരു 10 മണി വരെ വളരെ കുറച്ച് പേര് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 10 മണിക്ക് മുമ്പേ തന്നെ എല്ലാവരും ആ ലിങ്ക് കണ്ടിട്ടുള്ളതാണ്. വാട്സപ്പിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അത് തയ്യാറാക്കുന്നതിനും അതോടൊപ്പം തന്നെ സാധാരണ ക്വസ്റ്റ്യൻസ് ഇടുന്നതിൻ്റെ കൂട്ടല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അതുപോലെ തന്നെ അത് പഠനത്തിനും വളരെ എന്നുവെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള പഠനത്തിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത്. പ്രത്യേകിച്ച് ഓപ്ഷൻസോടെ തരുമ്പോഴത്തേക്ക് നമുക്ക് പലതും ആ ഓപ്ഷൻസിൻ്റെ ഒരു കമ്പാരിസണോടൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ അത് നേരത്തെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ബുധനാഴ്ച അതിൻ്റെ സമയം നൽകിയില്ലെങ്കിൽ പോലും ബുധനാഴ്ച ആ ഷീറ്റ് ഇടും എന്ന്, പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഏകദേശം 1ാമത്തെ ചാപ്റ്ററിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം നമ്മളുടെ പോർഷൻസിൻ്റെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നടത്തിയൊരു സമീപനം അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിനുശേഷം വളരെ കുറച്ച് പേര് മാത്രമേ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പരീക്ഷകൾ ഇടുമ്പോഴത്തേക്ക് അത് ആ പരീക്ഷയുടെ, കാരണം ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിച്ചത് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അതിന് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ടൈമിലേക്ക് മാത്രമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഭാവിയിലും ഇതിങ്ങനെ തന്നെ, പരീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ സമയത്തെപ്പറ്റി ഏകദേശം ഇനി മുൻകൂട്ടി തന്നെ പറഞ്ഞേക്കാം. എൻ്റെ ചില തിരക്കുകൾ കാരണമാണ് അത് പരീക്ഷയുടെ കുറിച്ചുള്ള അറിയിപ്പ് തരാൻ ഞാൻ ഉദ്ദേശിച്ച 6 മണി മുതൽ 9 മണി വരെ ആയിരുന്നു സമയം. ഏകദേശം 10 മണി വരെ വെയിറ്റ് ചെയ്തു. എല്ലാവരും ആ ലിങ്ക് കണ്ടിട്ടുണ്ട്. അത് വാട്സപ്പ് ഹിസ്റ്ററിയിൽ നിന്ന് അത് വ്യക്തവുമാണ്. അപ്പോൾ എന്തായാലും ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെയാണ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ പ്രോസസ്സിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ മെഷീൻ എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The processing is done according to the instructions given to it. Early computers built during 1940s were only capable of performing series of single tasks like a calculator. 1940 മുമ്പുള്ള കമ്പ്യൂട്ടറുകൾ എന്ന് വെച്ചാൽ ജോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിന് മുമ്പുള്ളതെല്ലാം ഏകദേശം കാൽക്കുലേറ്റർ പോലെ തന്നെയായിരുന്നു. കാൽക്കുലേറ്ററിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? കുറേ അധികം സ്റ്റെപ്പുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
ഓരോന്നിൻ്റെയും റിസൾട്ട് കിട്ടി, ഓരോ സ്റ്റെപ്പിൻ്റെയും റിസൾട്ട് കിട്ടിയതിന് ശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. സീക്വൻസ് ഓഫ് സ്റ്റെപ്പാണ് അത്. ഇൻസ്ട്രക്ഷൻ ബേസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ. നമ്മൾ ആദ്യം 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി കിട്ടുന്നതിൻ്റെ ഒരു റിസൾട്ടുണ്ട്. ദെൻ ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം അതിനെ നമ്മൾ 10 കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 സംഖ്യ തമ്മിൽ കൂട്ടി കിട്ടുന്ന തുക നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആ ആഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, ഈ റിസൾട്ടുകളൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. അതാണ് നമുക്ക് കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. They were special purpose systems programmed by rows of mechanical switches or jumper wire on plug. അപ്പം അങ്ങനെ ആദ്യകാല കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് സിസ്റ്റം, ഒരു മെക്കാനിക്കൽ സ്വിച്ചസ് അല്ലെങ്കിൽ ജമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഷോർട്ട് ചെയ്യുന്നതിനെയാണ് ജമ്പർ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ പ്ലഗുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, ഇത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. The implementation of branching, looping statements, subroutine calls, etc. was not possible or was difficult. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നമുക്കറിയാം ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ഒരു സ്റ്റെപ്പ് ചെയ്യണം, ഫാൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പം അങ്ങനെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സോ ഫങ്ഷൻ കോൾസോ ഒന്നും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. Later computers solved this problem by implementing John von Neumann's revolutionary innovation, the stored program concept. അങ്ങനെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വന്നപ്പോഴാണ് നമുക്ക് ഈ പ്രോഗ്രാമിനകത്തെ ബ്രാഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ വൈസ് ആയിട്ടല്ല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്ററിലാണെങ്കിൽ ആഡ് ചെയ്യാനുള്ള 2 നമ്പർ കൊടുക്കുന്നു, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിൻ്റെ റിസൾട്ട് അങ്ങ് പോവും. അതിന് ശേഷമാണ് അടുത്ത ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പിൽ നിന്നും വേറൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് തിരിച്ചു പോക്കെന്ന് പറയുന്നത് നടക്കത്തില്ല. അതേസമയം സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആയപ്പോഴത്തേക്ക് നേരത്തെ നൽകിയ ഒരു കടലാസിനകത്ത് കുറേ നമ്മൾ നിർദ്ദേശം എഴുതുന്നു. അപ്പം നിങ്ങൾക്ക് കുറേ നിർദ്ദേശം, ഒരു 10 നിർദ്ദേശം തരാനുണ്ട്, അത് 10 രീതിയിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 1940 അല്ലെങ്കിൽ കാൽക്കുലേറ്റർ പോലുള്ള മെഷീനാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ, അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെ 10 സ്റ്റേജിലായിട്ടായിരിക്കും ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരുവാണെന്ന് വെച്ചോ. അപ്പോൾ അതിലൊന്ന് 10 ക്വസ്റ്റ്യൻസ് തരുന്നു. ആ 10 ക്വസ്റ്റ്യൻസ് തരുന്നതെന്ന് പറയുന്നത് എനിക്ക് 10 ക്വസ്റ്റ്യൻസ് ഓരോന്ന് വീതം എഴുതിപ്പിക്കാം. Explain about various number systems, ancient number systems. അതൊരു ചോദ്യം. ദെൻ രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് അബാക്കസ്. മൂന്നാമത്തെ പാസ്കലൈൻ. നാലാമത്തെ നേപ്പിയസ് ബോൺ. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വേണമെങ്കിലും തരാം, 1 by 1 ആയിട്ട് വേണമെങ്കിലും തരാം. കാൽക്കുലേറ്റർ ആണെങ്കിൽ 1 by 1. അതേസമയം കമ്പ്യൂട്ടറിലാണെങ്കിലോ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് മൊത്തം കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ വന്നതെന്ന് പറയുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഈ 10 ക്വസ്റ്റ്യൻസ് കൂടെ ഒരുമിച്ച് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. കാരണം നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മളുടെ മനസ്സിൽ ഓർത്തിരിക്കത്തില്ല. അതാണ് കാൽക്കുലേറ്ററിൻ്റെ പ്രശ്നം. അതേസമയം ആ ക്വസ്റ്റ്യൻ എഴുതി തരുവാണെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ സൗണ്ടാണ് അവിടെ. അതേസമയം ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുവാണെങ്കിൽ അവിടെ പേപ്പറിലുണ്ട് ക്വസ്റ്റ്യൻ. സോ നമുക്കത് എപ്പോൾ വേണമെങ്കിലും റീഡ് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താ? ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം 1940 ശേഷമുള്ള കമ്പ്യൂട്ടറിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചിങ്, ലൂപ്പിങ്, ഫങ്ഷൻ കോൾസ് ഇത് പോസിബിളായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റാണ്. ദെൻ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന പേര് അഗസ്റ്റ അഡ ലവ്ലേസ് എന്ന് പറയുന്നതാണ്. ഇതൊരു ലേഡിയായിരുന്നു.
അത് നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. ചാൾസ് ബാബേജിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നതായിരുന്നു അഗസ്റ്റ അഡാ ലവ്ലേസ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിനകത്ത് ഈ ലേഡിയും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഹെർ നോട്ട്സ് ഓൺ ദ എഞ്ചിൻ ഇൻക്ലൂഡ്സ് ദ ഫസ്റ്റ് അൽഗോരിതം ഇൻറ്റഡ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ എ മെഷീൻ. ഒരു മെഷീൻ പ്രോസസ്സ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഒരു അൽഗോരിതം അനുസരിച്ച് കുറച്ച് കമ്പ്യൂട്ടറിനോട് നിർദ്ദേശം ആദ്യം കൊടുത്തതെന്ന് പറയുന്നത് അഗസ്റ്റ അഡാ ലവ്ലേസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഷീ ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദ വേൾഡ്സ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് അഗസ്റ്റ അഡാ ലവ്ലേസ് ആയിരുന്നു. ദെൻ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ആൻ എസെൻഷ്യൽ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഡിസൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. Programming language can be used to create programs that controls the behavior of a machine and or to express algorithm. അപ്പം അങ്ങനെ കമ്പ്യൂട്ടിങ്ങിനകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെയിൻ ഭാഗമാണ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനുള്ളിലെ ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയുള്ളതിനെ നമ്മൾ പറയുന്ന പേര് പ്രോഗ്രാം എന്നായിരുന്നു പറയുന്നത്. ആ പ്രോഗ്രാം എന്ന് പറയുന്ന മെഷീൻ്റെ സ്വഭാവം അൽഗോരിതത്തിൻ്റെ മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ മെഷീൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തത്. ദ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് കാൾഡ് മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഓൺലി. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ബൈനറി ലാംഗ്വേജ്. എവരി പ്രോസസ്സർ ഓർ പ്രോസസ്സർ ഫാമിലി ഹാസ് ഇറ്റ്സ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇൻസ്ട്രക്ഷൻസ് ആർ patterns of bits, digits or characters that by physical design correspond to different commands to the machine. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ലാംഗ്വേജ് ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ ലാംഗ്വേജിന് പറയുന്ന പേര് മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് സീറോസും വൺസും മാത്രമേ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബൈനറി, അതുകൊണ്ട് അതിനെ പറയുന്ന പേര് ബൈനറി ലാംഗ്വേജ്. കാരണം 0 1 ഉള്ള നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ബൈനറി എന്ന് പറയുന്നത്. 2 സിംബൽസ്, ബൈനറി മീൻസ് 2 എന്നാണ്. ആ 2 സിംബലുള്ള അല്ലെങ്കിൽ 2 സ്റ്റേറ്റുള്ള ലാംഗ്വേജ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്റ്റേറ്റാണ്. കാരണം ഇതെല്ലാം കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് 0 എന്ന് പറയുന്ന കറണ്ട് ഉള്ള പൊസിഷൻ, കറണ്ട് ഇല്ലാത്ത പൊസിഷനും 1 എന്ന് പറയുന്ന ഉള്ള പൊസിഷനുമായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ CPU, അതിന് ഓരോന്നിനും ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോസസ്സുകളുണ്ട്. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പർപ്പസിനും അത് നമുക്ക് സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അതേപോലെ തന്നെ അത് മുറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം, നമുക്ക് ഒരു ഇതൊന്ന് സ്ക്രൂ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു ടെസ്റ്റർ എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സ്ക്രൂ ഡ്രൈവറുടെ ഫംഗ്ഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അന്നേരം സ്ക്രൂ ഡ്രൈവറും ടെസ്റ്ററും തമ്മിലുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ പ്രോസസ്സറിനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, നമ്മളിപ്പോൾ ഒരു മിക്സി വാങ്ങിച്ചു, ഓരോ കമ്പനിയുടെ മിക്സിക്കും പല ഫങ്ഷൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അന്നേരം ഒരു മിക്സി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനനുസരിച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും മാറും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ 3 തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇനി അതിന് ഇവിടെ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്ന മെഷീൻ ലാംഗ്വേജാണ്. അതാണ്ട് ഇവിടെ ഒരു മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്.
അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇസഡ് ഈസിക്കൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ്. നിങ്ങൾ നോക്കിയേ, എത്രയോ ഡിജിറ്റുള്ള ബൈനറി 8 ബൈനറി ഡിജിറ്റുകൾ ചേർന്നിട്ടുള്ള പല ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് ഇസഡ് ഈസിക്കൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഈ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് മേക്സ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ. കാരണം ഈ സീറോസ് ആൻഡ് വൺസ് ഉണ്ടായതുകൊണ്ട് കമ്പ്യൂട്ടറിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കാൻ പറ്റും, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇറ്റ് റിക്വയർസ് നോ ട്രാൻസ്ലേറ്റർ ടു ട്രാൻസ്ലേറ്റ് ദ കോഡ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നേരിട്ട് തന്നെ മനസ്സിലാകും, അതിന് പരിഭാഷയുടെ ആവശ്യമില്ല. കാരണം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് കറണ്ടിൻ്റെ ഭാഷയാണ്. കറണ്ട് എന്ന് പറയുന്നത് 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ, സീറോ എന്ന് പറയുന്ന ഓഫ് പൊസിഷൻ, 1 എന്ന് പറയുന്ന ഓൺ പൊസിഷൻ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആൾ ഓപ്പറേഷൻസ് കോഡ്സ് ഹാവ് ടു ബി റിമെമ്പേർഡ്. എല്ലാ കോഡും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പോൾ 101011 എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ബൈനറി കോഡാണെങ്കിൽ അതെന്തിനാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓൾ മെമ്മറി അഡ്രസ്സസ് ഹാവ് ടു ബി റിമെമ്പേർഡ്. മെമ്മറിക്കകത്ത് എത്ര സെല്ലുണ്ടോ അതിൻ്റെ എല്ലാ അഡ്രസ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ഹാർഡ് ടു അമെൻഡ് ഓർ ഫൈൻഡ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം റിട്ടൺ ഇൻ ദ മെഷീൻ ലാംഗ്വേജ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇസഡ് ഈസിക്കൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 3 ലൈനിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രോഗ്രാമിംഗ് ഈസ് ടൈം കൺസ്യൂമിങ്. ഇപ്പം ഇങ്ങനെ 10 ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതുകൊണ്ട് ഇത് എഴുതാനും വളരെ ബുദ്ധിമുട്ടാണ്. Then to overcome the difficulties of machine language, another language called assembly language was introduced. The electronic delay to storage automatic calculator, EDSAC. അടുത്ത ഫുൾ നെയിം അല്ലെങ്കിൽ അക്രോണിയം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് EDSAC എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോഴത്തേക്ക് ഒരു ഓപ്ഷനകത്ത് കാൽക്കുലേറ്റർ എന്നതിന് പകരം ഞാൻ കമ്പ്യൂട്ടർ എന്നാണ് കൊടുത്തിരുന്നത് ഗൂഗിൾ ക്വസ്റ്റ്യനകത്ത്. നിങ്ങളെ പലരും അത് ശ്രദ്ധിച്ച് കാണും എന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളത് ഫുൾ ഫോം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി പഠിക്കുക. സോ ദ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ വാസ് ദ ഫസ്റ്റ് യൂസ് അസംബ്ലി ലാംഗ്വേജ്. ഇറ്റ് ക്യാൻ യൂസ് ന്യൂമോണിക് ദാൻ ന്യൂമറിക് ഓപ്പറേഷൻ കോഡ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പോൾ 8 ബിറ്റുള്ള ബൈനറി കോഡെന്ന് പറയുന്നത് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അസംബ്ലി ലാംഗ്വേജ് ന്യൂമോണിക്സ് കോഡുകളുള്ള ന്യൂമോണിക്സ് ഉള്ള ഇപ്പോൾ ആഡ്, ലോഡ്, സബ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഓപ്പറേഷൻസിനും ഓരോ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നതിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് യൂസ് ചെയ്തതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ EDSAC-ലായിരുന്നു. ദെൻ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ആൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻഡ് ഫോർ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രോസസ്സർ. അസംബ്ലി കോഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മെഷീൻ കോഡ് യൂസിങ് അസംബ്ലർ. ഇനി വേറൊരു പ്രശ്നമുണ്ട്, ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം പ്രോഗ്രാം തെറ്റുകൂടാതെയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബൈനറി ഇൻസ്ട്രക്ഷന് പകരം കോഡ് യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അന്നേരം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അസംബ്ലർ യൂസ് ചെയ്തത്. വൈൽ അസംബ്ലി ലാംഗ്വേജ് ഡിഫർ ബിറ്റ്വീൻ പ്രോസസ്സർ ആർക്കിടെക്ചർ, they often include similar instructions and operators. Below are some examples of instructions supported by x86 processors. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു പ്രോസസ്സർ ശ്രേണിയാണ് x86 എന്ന് പറയുന്നത്. അതിനകത്തെ അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മൈക്രോ പ്രോസസ്സർ എന്നും കുറേ ചിപ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരെണ്ണത്തിലാക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഓരോ പ്രോസസ്സറിനനുസരിച്ചും അത് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൊബൈലിനകത്ത് എല്ലാ മൊബൈലിനും സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഓരോ മെനുവിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഫോണിൻ്റെ കാര്യങ്ങൾ മാറ്റണമെങ്കിൽ സെറ്റിങ്സിൽ പോയി മാറ്റണം. അപ്പോൾ ആ സെറ്റിങ്സ് എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഓരോ മൊബൈലിലും എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഓരോ അസംബ്ലി, ഓരോ പ്രോസസ്സറിനും ഓരോ ടൈപ്പ് അസംബ്ലി കോഡ് അല്ലെങ്കിൽ ന്യൂമോണിക്സ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നു. അതാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളാണ് MOV, മൂവ് ഡേറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ADD, add two values. SUB, subtract a value from another value. push data into a stack. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിനാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കോഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷമാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായത്. അത് ഈ അസംബ്ലി ലാംഗ്വേജിന് ഈ പ്രോസസ്സറിനനുസരിച്ച് വ്യത്യാസം വരുന്നതുകൊണ്ട് ഒരു പ്രോസസ്സറിനകത്ത് യൂസ് ചെയ്ത പ്രോഗ്രാം എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സറിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ വന്ന A0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ റിയർ അഡ്മിറൽ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ 1952 ഫോർ യൂണിവാക് 1 എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് ദിസ് ടൈപ്പ്. ആദ്യത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ഡോക്ടർ ഗ്രേസ് ഹോപ്പർ ആയിരുന്നു. യൂണിവാക് 1 ഇത് എന്ത് ചെയ്തത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഫോട്രോൺ ഡെവലപ്ഡ് ബൈ ദ ടീം ലെഡ് ബൈ ജോൺ ബാക്കസ് അറ്റ് IBM. ദെൻ ലിസ്പ്, ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ അറ്റ് MIT ആർ അതർ എക്സാമ്പിൾ. ഇതെല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല ലാംഗ്വേജുകൾ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലാംഗ്വേജുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ശൃംഖലയിൽ പെടുന്നവനാണ്. ഇനി തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അന്നേരം ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഏറ്റവും കോമൺലി യൂസ്ഡ് മോഡലാണ് ട്യൂണിംഗ് മെഷീൻ എന്ന് പറയുന്നത്. പല കമ്പ്യൂട്ടേഷണൽ മോഡൽസ് ഉണ്ട്, അതിന് പല തരത്തിലുള്ള അൽഗോരിതവും ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം, ഏറ്റവും സാധാരണയായി യൂസ് ചെയ്യുന്നതാണ് ട്യൂണിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അലൻ ട്യൂണിംഗ് എന്ന് പറയുന്ന ആളാണ് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ, ലോജീഷ്യൻ, ക്രിപ്റ്റോഗ്രാഫർ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. അദ്ദേഹമാണ് ട്യൂണിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്യാൻ മെഷീൻ തിങ്ക്, മെഷീന് ആലോചിക്കാൻ ശേഷിയുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. 1940s നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് 1950 ഇന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അലൻ ട്യൂണിംഗ് 1950 ആലോചിച്ചിരുന്നു. അപ്പം അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രപ്പോസൽ മുന്നിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ considering these contributions, he is regarded as the father of modern computer science as well as artificial intelligence. മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദറായിട്ടാണ് അലൻ ട്യൂറിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിരുന്നു പോയി. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എന്നല്ല പറയുന്നത്, ഫാദർ ഓഫ് കമ്പ്യൂട്ടറാണ് ചാൾസ് ബാബേജ്. അതോടൊപ്പം തന്നെ അലൻ ട്യൂറിങ്ങിനെ പറയുന്ന പേര് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ ഈ മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ട്യൂണിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ട്യൂണിംഗ് മെഷീൻ കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റി ലോങ് ടേപ്പ് വിച്ച് ആക്ട് ആസ് ദ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. The cells on the tape are usually blank at the start and can be written with the symbols. In this case, each cell can contain the symbol 0, 1 and blank and is thus said to be a 3-symbol tuning machine. At each step, the machine can read the symbol on the cell under the head, edit the symbol and move the tape left or right by 1 square so that the machine can read and edit the symbols in the neighboring cell. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ചെറിയ പടത്തിൽ തന്നെ കാണാം, നമുക്ക് ചെറിയ ചെറിയ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ഒരു ബോക്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിനകത്ത് 3 സിമ്പലാണുള്ളത്, ഒന്ന് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല, ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ അന്നേരം ഈ ട്യൂണിംഗ് മെഷീൻ എന്ന് പറയുന്നത്
ഇത് ഇൻഫിനിറ്റ്ലി ലോങ്ങാ, കുറേ നീളം കാണും. ദെൻ ഇത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഈ സെല്ലിൻ്റെ കണ്ടൻറ്റ് വായിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം. തൊട്ട് മുമ്പിലത്തെ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സെല്ലിൻ്റെ കണ്ടൻറ്റ് അതിന് വായിക്കുകയും ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാറ്റഗറി ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ ഇൻ ഹിസ്റ്ററി. കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോണിൻ്റെ ഹിസ്റ്ററിയിൽ ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് തരംതിരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്കെച്ച് ദ മോഡേൺ കമ്പ്യൂട്ടിംഗ് മെഷീൻ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റെക്കഗ്നൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ജോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇൻ ടുഡേയ്സ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആർക്കിടെക്ചറിന് മാത്രമല്ല, സ്റ്റോർ ടു പ്രോഗ്രാം കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ പൈനിയേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിനെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ പറ്റി തിരിച്ചറിയുക. ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഈച്ച് ജനറേഷൻ. ഓരോ ജനറേഷനുള്ള കമ്പ്യൂട്ടറിനെ പറ്റി മനസ്സിലാക്കുക. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് അലൻ ട്യൂണിംഗ് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ട്യൂണിംഗ് മെഷീൻ. അലൻ ട്യൂണിങ്ങിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ട്യൂണിംഗ് മെഷീനെ കുറിച്ചും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇതിനകത്തെ ക്വസ്റ്റ്യൻസ്, അത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി നാളെ 5 മണിക്ക് മുമ്പ് ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് നോട്ട്ബുക്കിൻ്റെ ഫോട്ടോ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. വിച്ച് ഈസ് ദ ബേസ് ഓഫ് മായൻസ് നമ്പർ സിസ്റ്റം? ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് വിച്ച് ഓഫ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ ബേസിക് അരിത്മെറ്റിക് കാൽക്കുലേഷൻ? ഹൂ ഇൻവെൻറ്റഡ് ലോഗറിതം? വാട്ട് ഈസ് ദ നെയിം ഓഫ് മെഷീൻ ഡെവലപ്ഡ് ബൈ ബ്ലേസ് പാസ്കൽ? ഹൂ വാസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്? Computing machine recognizes and operates in dash language. What does EDVAC stand for? Give the name of a simple kind of theoretical computing machine. ഇനി മേളിൽ പറഞ്ഞിരിക്കുന്നത് 1 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതായിരുന്നു തൊട്ട് മുന്നേ പറഞ്ഞത്. ഇനിയും പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതെങ്കിലും ഒരു കുറച്ച് നമ്പർ സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും പറയുക. ദെൻ ഇമ്പാക്റ്റ് ഓഫ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഇൻ ദ വേൾഡ്. കമ്പയർ റോമൻ നമ്പർ സിസ്റ്റം ആൻഡ് മായൻ നമ്പർ സിസ്റ്റം. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് അബാക്കസ്. കമ്പയർ ദ അനലിറ്റിക്കൽ എഞ്ചിൻ ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ ഓഫ് ചാൾസ് ബാബേജ്. ബ്രിങ് ഔട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ഓർഡർ മെഷീൻ. വാട്ട് ആർ ദ developments in computing machines that took place during the Second World War. Discuss the evolution of computer language. Discuss the working of tuning machine. ഈ 9 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത ഞായറാഴ്ച 5 മണിക്ക് മുമ്പ്, വൈകിട്ട് 5 മണിക്ക് മുമ്പ് അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി ആ നോട്ട് ബുക്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുക. ദെൻ ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വേരിയസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. 5 ജനറേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. അത് ടേബിളായിട്ട് വരച്ച് എഴുതിയാൽ പോരാ, ഓരോ ജനറേഷനെ എഴുതിയ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു. വാക്യൂം ട്യൂബ്സ് വെയർ യൂസ്ഡ് ഇൻ ദിസ് ജനറേഷൻ. They were in bulky size. They need more electricity. So it produces heat. ഇങ്ങനെ ഓരോ ജനറേഷനെ കുറിച്ചും ഉള്ള എഴുതിയതിന് ശേഷം ഇപ്പം ഏകദേശം 1-2 പേജിൽ വരത്തക്ക രീതിയിൽ അത് എഴുതുക. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ഇവാലുവേഷൻ ഓഫ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷണൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഡിസ്കസ് ദ വേരിയസ് കമ്പ്യൂട്ടിംഗ് മെഷീൻസ് എമർജൻറ്റ് ടിൽ 90.
1900 1900 മുമ്പ് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടിംഗ് മെഷീനെ കുറിച്ച് എഴുതുക. അപ്പോൾ അത് ഇതേപോലെ തന്നെ ചോദിക്കാമേ. എക്സ്പ്ലെയിൻ അബൌട്ട് എനി 5 ഏൻഷ്യൻ്റ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അബാക്കസ്, അതോടൊപ്പം നേപ്പിയർ ബോൺ, പാസ്കലൈൻ, ജാക്കോഡ് ലൂം, ലെബനീസ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ചാൾസ് ബാബേജിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു 5 എണ്ണം അങ്ങനെ എഴുതാനും പഠിക്കുക. അപ്പം അന്നേരം ഇത് അടുത്ത ബുധനാഴ്ച 5 മണിക്ക് മുമ്പ് ഇത് എഴുതി തയ്യാറാക്കുക. അപ്പോൾ അന്നേരം കുറേ സമയം തന്നിട്ടുണ്ട്. നമുക്ക് നാളെ 1 വേർഡിൽ എഴുതാവുന്നത് എന്ന് വെച്ചാൽ അത് ആകെപ്പാടെ 1 പേജ് അല്ലെങ്കിൽ 2 പേജ് മാത്രമേ കാണത്തുള്ളൂ. മാക്സിമം പോയാൽ 2 പേജ്. അപ്പോൾ ആ 2 പേജിൽ എഴുതാവുന്നതിന് നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. ദെൻ അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ഒരു 3-4 പേജ് കൂടെ വേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ഞായറാഴ്ച 5 മണി വരെ സമയമുണ്ട്. ദെൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ബുധനാഴ്ച 5 മണിക്ക് മുമ്പ് എഴുതി തീർക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്തെ ഫുൾ ഫോമുകൾ പഠിക്കുക. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്, ഫസ്റ്റ് പ്രോഗ്രാമർ, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കുക. അപ്പം അന്നേരം ഈ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പേ തന്നെ, തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഷോർട്ട് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഇതിന് മുമ്പിലത്തെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പും അതോടൊപ്പം തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പും അടുത്ത ക്ലാസ്സിന് മുന്നേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയ്ക്ക് മുമ്പേ തന്നെ എഴുതി തയ്യാറാക്കി തരിക. അത് നോട്ട്ബുക്ക് വേണം എഴുതി തയ്യാറാക്കാൻ.